സോ ഹലോ ഗായ്സ്, ഇപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് മുതലാണ് നമ്മൾ കറങ്ങാൻ പോകുന്നത്. ഇന്നലെ വന്നു ടയേർഡായി അങ്ങനെ കിടന്നുറങ്ങി. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ കറങ്ങാമെന്ന് വിചാരിച്ചു. വേറെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നല്ല മഴയാണ്. ഇന്നും നാളെയും നല്ല മഴയാണെന്നാണ് വെതർ കാണിക്കുന്നത്. നമ്മൾ ഇന്ന് പാരീസിൻ്റെ ഏരിയ മൊത്തം കവറാക്കാം. പാരീസിൻ്റെ ഈഫിൽ ടവറിൻ്റെ ഏരിയ വരുന്ന ഏരിയാസൊക്കെ കവറാക്കാമെന്ന് വിചാരിച്ച് നിൽക്കണേ. അപ്പോൾ നമ്മൾ ഇന്നലെ ഞാൻ ഒരു കാർഡ് കാണിച്ചു തന്നില്ലേ, ആ കാർഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോൾ മെട്രോസും കാര്യങ്ങളൊക്കെ കയറുന്നത്. നമുക്കത് റീചാർജ് ചെയ്യാൻ പറ്റും. അൺലിമിറ്റഡ് ആണ്. ഒരു ദിവസം തന്നെ എല്ലാ ദിവസവും റീചാർജ് ചെയ്യാൻ പറ്റും. 12 യൂറോയാണ്. അപ്പോൾ നമ്മളെല്ലാവരും 12 യൂറോയ്ക്ക് എല്ലാം റീചാർജ് ചെയ്തു. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് പോയി വരാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ നിലവിൽ അത് റീചാർജ് ചെയ്തു. പിന്നെ അത് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ട്രാമ്പ്, ബസ്, മെട്രോ ഒക്കെ യൂസ് ആക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ബസ് കയറിയിട്ട് വേണം പോവാൻ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ മഴ കാരണം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഓൾമോസ്റ്റ് കവറാക്കണം. കാരണം നമ്മൾ 3 ദിവസം വരെ ഉള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് കവറാക്കണം എന്നുള്ള രീതിയിലാണ് നിൽക്കണേ. ബാക്കി കാര്യം കണ്ടറിയാം. ഇപ്പോൾ നിലവിൽ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നിലവിലത്തെ വ്യൂ. ഞങ്ങളിപ്പോൾ ഇവിടെയാണ് നിൽക്കണത്. ഇതൊരു വ്യൂ ആണ്. നമ്മൾ ബസ്സിൽ കയറാൻ പോവാണ്. ബസ്സിൽ കയറിയിട്ട് ആ സ്റ്റോപ്പിലേക്ക് നമ്മൾ പാരീസിൻ്റെ നിയറസ്റ്റ് സ്റ്റോപ്പ്, ഈഫിൽ ടവറിൻ്റെ നിയറസ്റ്റ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ ബാക്കി കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. നമ്മുടെ ബസ്സാണ് വരണത്. നമ്മൾ ആ വൈറ്റ് കളറ്. അപ്പോൾ നമ്മൾ അതിൽ കയറിയിട്ട് മോണ്ടെസി എന്ന് പറയുന്ന പ്ലേസിലാണ് ഇറങ്ങാൻ പോണത്. ഇതാണ് നമ്മുടെ ബസ്. അങ്ങനെ നമ്മൾ സ്റ്റോപ്പിൽ മോണ്ടെസി എന്ന് പറഞ്ഞ സ്റ്റോപ്പാണ്. നമുക്കത് പ്രൊണൗൺസിയേഷൻ കറക്റ്റായിട്ട് അറിയില്ല. ഇവിടെ ഫ്രഞ്ചാണെന്ന് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് പ്രൊണൗൺസിയേഷൻ അറിയത്തില്ല. മോണ്ടെസി എന്നാണ് നമ്മൾ ഇതിൽ അറിയണത്. നമ്മളവിടെ ഇറങ്ങി അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് കയറി. ലേ അമോർ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം ഈ മെല്ലെ മെല്ലെ ഓരോന്ന് കാണാനൊക്കെ ആയിട്ട് പോകേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് റെസ്റ്റോറൻറ്റാണ്. ഇതാണ് റെസ്റ്റോറൻറ്റ് ഇൻറ്റീരിയൽ വരണത്. ഇതൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡൊക്കെ വന്നു. എന്താണെന്ന് കാണണ്ടേ? ഓർഡർ ചെയ്തത് പോർക്കിൻ്റെ BBQയും പൊട്ടേറ്റവും, പിന്നെ ഇവള് പാസ്തയും. ഇവർ രണ്ടുപേരും പാസ്തയാണ് ഓർഡർ ആക്കിയത്. ഞാൻ BBQൻ്റെ ഇതും പൊട്ടേറ്റവും. ലെമൺ ജ്യൂസ് ഞാൻ ഓർഡർ ആക്കി. അവൾ ഓറഞ്ച് ജ്യൂസ്, അവൾ ഹോട്ട് ചോക്ലേറ്റ്. ഇതൊക്കെയാണ് ഓർഡർ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അങ്ങനെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളും കഴിച്ചു. നല്ല ഫുഡായിരുന്നു. അതേപോലെ തന്നെ നമ്മൾക്ക് സെർവ് ചെയ്ത് തന്ന പുള്ളിക്കാരൻ ബംഗ്ലാദേശിനായിരുന്നു. അപ്പോൾ നമ്മളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെ കാണണം എന്നുള്ളത് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു. ഇനി മെല്ലെ മെല്ലെ നമ്മൾ നടക്കാൻ പോവാണ്. ഇനി നമ്മൾ നേരത്തെ ഇൻറ്റീരിയർ വ്യൂ അല്ലേ കണ്ടോ? പുറത്തത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതാണ് പുറത്തത്തെ വ്യൂ. ഇതാണ് പുറത്തത്തെ ആയിരുന്നു. അകത്തത്തെ വ്യൂ ഉണ്ടായിരുന്നത്. ഇനിയാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഈ മെല്ലെ നമ്മൾ അങ്ങോട്ട് നടക്കുവാണ്. അപ്പോൾ നല്ല ഫുഡ് നല്ല വേർത്തായിരുന്നു. കുഴപ്പമൊന്നുമില്ല. വയറ് നിറഞ്ഞു. ഈ മെല്ലെ അങ്ങോട്ട് നടക്കുക. നമ്മൾ ഈഫിൽ ടവറിൻ്റെ അടുത്തെത്താറായി എന്നാണ് കാണിക്കണത്. ലെഫ്റ്റ് തിരിഞ്ഞ് ഞാൻ ഈഫിൽ ടവറാണെന്ന് പറഞ്ഞത്. ഓനെ എത്തി. ഇതാണ് ഈഫിൽ ടവർ. അത്യാവശ്യത്തിന് വലിപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട്. ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം മെല്ലെ ഇവിടുത്തെ എല്ലാം കണ്ടതിന് ശേഷം അടുത്തടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈഫിൽ ടവറിൻ്റെ ഏറ്റവും ക്ലോസിലേക്കാണ് പോകുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഈഫിൽ ടവറിൻ്റെ ആ ഏരിയയിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒരു എൻട്രി പോലെ ഉണ്ട്. അപ്പോൾ ആ എൻട്രിയിലൂടെ നമ്മൾ നടന്നിട്ട് ചെക്കിങ് ചെയ്യണം, പിന്നെ ടിക്കറ്റ് എടുക്കണം. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ആ എൻട്രിയിലൂടെയാണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടൊരു ചെക്കിങ് ചെയ്യുന്നുണ്ട് കണ്ടോ. പിന്നെ പോയിട്ട് അവിടെയാണ് ചെക്കിങ് വരുന്നത്. അപ്പോൾ നമ്മൾ കയറാൻ പോവാണ്.
അങ്ങനെ ഞങ്ങൾ ചെക്കിങ് കഴിഞ്ഞിട്ട് അകത്ത് കയറിയപ്പോൾ നമ്മുടെ ഇതിൻ്റെ മുകളിൽ ഈഫിൽ ടവറിൻ്റെ മുകളിൽ കയറണമെങ്കിൽ പൈസ ഉണ്ട്. നമുക്ക് 3 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ മൊത്തത്തിൽ ലിഫ്റ്റ് വഴി യൂസ് ചെയ്തിട്ട് കയറാം, അതല്ലെങ്കിൽ ലിഫ്റ്റും അതുപോലെ സ്റ്റേക്കേഴ്സ് യൂസ് ചെയ്തിട്ട് കയറാം, അതല്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ സ്റ്റേക്കേഴ്സ് യൂസ് ചെയ്തിട്ട് കയറാമെന്നുള്ള ഓപ്ഷൻ. അപ്പോൾ നമ്മളിതിലിരിക്കണം. അതുപോലെ തന്നെ പിള്ളേർക്ക് വേറെ റേറ്റ്, അഡൾട്ടിന് വേറെ റേറ്റ്, യങ്ങേഴ്സിന് വേറെ റേറ്റാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ലിഫ്റ്റും പ്ലസ് സ്റ്റേക്കേഴ്സ്, അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 13.80 വരുന്ന റേറ്റ്. അപ്പോൾ നമ്മൾ അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടില്ല, ടിക്കറ്റ് എടുക്കാൻ പോകുന്നു. ഇങ്ങനെയാണ് പോകുന്നത്. നിങ്ങൾക്ക് കണ്ട ആൾക്കാർ നടക്കുന്നത് കണ്ടില്ല, അതാണ് സ്റ്റേക്കേഴ്സ്. ഇപ്പുറത്തൂടെ കണ്ട ലിഫ്റ്റ്, ഇതാണ് ലിഫ്റ്റ് വരുന്നത്. ഇതാണ് ഒരു ഫ്രണ്ട് ഏരിയയിൽ മൊത്തം ഒരു ഗാർഡൻ പോലെയാണുള്ളത്. ഗാർഡനും താറാവൊക്കെ ഉണ്ട് ഇവിടെ. ഇനിയാണ് കാര്യങ്ങൾ. സെൻറ്റർ പോർഷനിലെത്തിയപ്പോൾ ഇതാണ് സെൻറ്റർ പോർഷൻ്റെ വ്യൂ വരുന്നത്. അങ്ങോട്ടും ഉണ്ട്, അതേപോലെ ഇങ്ങോട്ടും ഉണ്ട്. ഇത് പ്ലാനാണ്, നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോകണമെന്നാണല്ലോ. അത് പ്ലാൻ നോക്കിയിട്ട് ബ്ലൂ പ്രിൻ്റ് നോക്കിയിട്ട് ബാക്കി കാര്യം ഡിസൈഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ സെക്യൂരിറ്റി ചെക്കും ടിക്കറ്റും കാര്യങ്ങളും എടുത്തതിന് ശേഷം ഇതാണ് ടിക്കറ്റ് വരുന്നത്. നമ്മൾ സ്റ്റേക്കേഴ്സ് പ്ലസ് ലിഫ്റ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കയറുവാണ്. പിന്നെ മെയിനായിട്ട് ഇങ്ങോട്ട് വരും പാസ്പോർട്ട് കയ്യിൽ വയ്ക്കുക, എന്തെങ്കിലും ID പ്രൂഫ് എന്തെങ്കിലും കയ്യിൽ വെക്കണം. കാരണം ഇവിടെ ഏജ് നോക്കും, ഞാൻ പറഞ്ഞില്ല അഡൾട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏജ് നോക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാസ്പോർട്ട് കയ്യിൽ വെച്ചിട്ട് വേണം വരാൻ. നമ്മൾ പാസ്പോർട്ട് ചോദിച്ചു, അങ്ങനെ നമ്മൾ പാസ്പോർട്ട് കാണിച്ചു കൊടുത്തു. ഇനി നമ്മൾ സ്റ്റേക്കേഴ്സ് കയറിക്കൊണ്ടിരിക്കുകയാണ്. മോളിക്ക് കയറാന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമില്ല. അയ്യോ ഡെഡായി. എന്തെന്നാണെന്നറിയോ, കുറേ സ്റ്റെപ്പുണ്ട്. കുറേ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അത്യാവശ്യത്തിന് സ്റ്റെപ്പുണ്ട്. അത് കയറുമ്പോഴേക്കും പൂപ്പാടിളകും. ഇത് ഫുള്ള് സ്റ്റെപ്പ് എടുക്കുന്നവരുണ്ട്, അവരെ കാര്യം ഉണ്ടാവും എന്തോ. ഇത് കുറച്ച് കയറും, കുറച്ചൊന്നും അത്യാവശ്യത്തിന് കയറിയിട്ടുണ്ട്. അത്രയും കയറിയിട്ട് പറ്റണേ ഇല്ല. പക്ഷെ മോളെത്തിയപ്പോൾ നല്ല വ്യൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മുന്നിയുണ്ട്. മുകളിലേക്ക് അത് പോകണമെങ്കിൽ നമ്മൾ എന്തായാലും എന്താ പറയുക ലിഫ്റ്റ് എടുക്കേണ്ടി വരും. നടന്ന് കാല് കടഞ്ഞു തുടങ്ങി. ഇതാണ് വരുന്ന വ്യൂ. മോളിൽ കയറിയപ്പോൾ ഉള്ള വ്യൂ ആണിത്. മൊത്തം പാരീസ് കാണാൻ പറ്റും ഈഫിൽ ടവറിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ. നമ്മൾ നടന്ന് നടുക്കെത്തിയപ്പോൾ ഉള്ള വ്യൂ ആണ് കാണിച്ചു തരാം. ഇതാണ് സെൻറ്റർ പോർഷൻ വരുന്നത്. ഇവിടെ ചില്ലാണിത്. ഓക്കെ, ആണ് വ്യൂ. നിൽക്കുന്നതും ചില്ലിൻ്റെ പുറത്താണ്. ഇതിപ്പോൾ മഴ തന്നെയായിരുന്നു ക്ലിയർ ആയിട്ട് കാണുന്നത് ഞാൻ തോന്നുന്നു. ചില്ലിൻ്റെ ഇതിലാണ് നിൽക്കണത്. നമ്മൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂ. കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ തന്നെ കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതായാലും എനിക്ക് നല്ലോണം ഇഷ്ടമായി, നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് വേണം നമ്മൾ ലിഫ്റ്റ് യൂസ് ആക്കിയിട്ട് മുകളിലേക്ക് പോകാൻ. അപ്പോൾ അത് നോക്കുവാണ് നമ്മൾ, ലിഫ്റ്റ് എവിടെയാണെന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതാണ് സെൻട്രൽ പോർഷനത്തെ വ്യൂ. ഇങ്ങനെയാണ്, ചില്ലാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഈ ഫ്ലോറിൽ തന്നെ കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പറഞ്ഞതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഫ്ലോറിലാണ് ശരിക്കും ഞങ്ങളുടെ ലിഫ്റ്റ്. മൊത്തം 670 സ്റ്റെപ്പ് ഞങ്ങൾ കയറി. ഫസ്റ്റ് ഫ്ലോറിൽ കണ്ട വ്യൂ ഒന്നല്ല, വ്യൂ എന്ന് പറയുന്നത് സെക്കൻഡ് ഫ്ലോറിലത്തെ വ്യൂ ആണ്. തേർഡ് ഫ്ലോറിൽ പോയിട്ടില്ല, അപ്പോൾ അവിടെ വേറെ വ്യൂ ഉണ്ടാവും. സെക്കൻഡ് ഫ്ലോറിലത്തെ വ്യൂ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ്
സെക്കൻഡ് ഫ്ലോറിലത്തെ വ്യൂ. മൊത്തം പാരീസ് ഇതിൻ്റെ മുകളിൽ ഇരുന്ന് കാണാൻ പറ്റും. ഇതാണ് വ്യൂ. നമുക്ക് സ്റ്റാമിന ഉണ്ടെന്ന് മനസ്സിലായി, കാരണം ഇത്രയും മുകളിലേക്ക് നടന്നെത്തിയില്ല. അപ്പോൾ അതിനടുത്ത് നമുക്ക് സ്റ്റാമിന ഉണ്ട്, നമ്മൾ ഭയങ്കര ഹെൽത്തി ആണെന്നാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ മുകളിലെത്തി, ലിഫ്റ്റിൽ കയറി മുകളിലെത്തി. ഒരു രക്ഷയില്ല, നല്ല വ്യൂ ആണ്. ഇതാണ് വ്യൂ, മൊത്തം കാണാൻ പറ്റും. നല്ല രസമുണ്ട് മുകളിൽ നിന്ന് കാണുമ്പോൾ. അത്യാവശ്യത്തിന് നല്ല വ്യൂവും കാര്യങ്ങളും നല്ല രസമാണ് മുകളിൽ നിന്ന് കാണാൻ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കാണാം. അത്യാവശ്യം തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഈ ഫ്ലോറിലെത്തിയപ്പോൾ നല്ല തണുത്ത കാറ്റ് വീശുന്നത്. നല്ല തണുത്ത കാറ്റെന്ന് വെച്ചാൽ നല്ല തണുത്ത കാറ്റാണ് വീശുന്നത്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലിഫ്റ്റിൽ നല്ല വെച്ചാൽ കുറച്ച് പേരിനെയാണ് കയറ്റുന്നത്. കുറച്ച് പേര് നമ്മൾ ലിഫ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. നമ്മൾ പോയപ്പോൾ കുറച്ച് സെക്കൻഡ് ഫ്ലോർ വരെ നമ്മൾ സ്റ്റേക്കേഴ്സ് യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലിഫ്റ്റ് യൂസ് ചെയ്തു. സ്റ്റേക്കേഴ്സ് അറൗണ്ട് എത്ര 700 എന്തോ ഉണ്ടായിരുന്നു. വന്നപ്പോൾ മൊത്തം നമ്മൾ ലിഫ്റ്റിലാണ് വന്നത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മൾ പേടിച്ചിട്ട് തന്നത് മൊത്തത്തിൽ നീ ഇറങ്ങേണ്ടി വരുമോ, പക്ഷേ ലിഫ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മൊത്തത്തിൽ നമ്മൾ ലിഫ്റ്റിലാണ് ഇറങ്ങി വന്നത്. ഇപ്പം നമ്മൾ പുറത്ത് നിൽക്കുവാണ്. ഇതാണ് ഇങ്ങനെയാണ് നമ്മുടെ ഈഫിൾ. അത്യാവശ്യത്തിന് പൊക്കൊക്കെ ഉണ്ട്. എല്ലാം നമ്മൾ നീ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. We are in Paris. Yeah, Paris.